ഹലോ, വെൽക്കം ടു പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു അനാട്ടമി ആൻഡ് ഫിസിയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെഫ്രോൺസിനെ കുറിച്ച് പഠിച്ചു, കിഡ്നിയുടെ ഫങ്ഷനെ കുറിച്ച് പഠിച്ചു, എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ ചെയ്യുന്നതെന്ന് പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ, ഫോർമേഷൻ ഓഫ് യൂറിൻ. ഫസ്റ്റ് പോയിൻ്റ്, ദ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ ക്യാൻ ബി കൺസിഡേർഡ് അണ്ടർ 3 മെയിൻ സ്റ്റേജസ്. ദേ ആർ, അതായത് യൂറിൻ ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് സ്റ്റേജസ് ആയിട്ടാണ് യൂറിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജസ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റേജസ്, എന്തൊക്കെയാണ് ഈ സ്റ്റേജസിൽ നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. യൂറിൻ്റെ ഗ്ലോമറുലസിൽ വെച്ചിട്ടുള്ള ഫിൽട്രേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ദെൻ ഗ്ലോമറുലസിൽ നിന്ന് വന്ന യൂറിൻ ട്യൂബ്യൂൾസിലേക്ക് എത്തി ട്യൂബ്യൂൾസിൽ വെച്ച് റീഅബ്സോർബ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് തേർഡ് വൺ, ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോമറുലാർ ഫിൽട്രേഷനിൽ വൊമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഇരിക്കുന്ന ഗ്ലോമറുലസിൽ വച്ചിട്ട് യൂറിനെ ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്രേഷൻ കഴിഞ്ഞ് അത് ട്യൂബ്യൂൾസിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യത്തെ കൺവല്യൂഷൻസ് ഉള്ള ട്യൂബ്യൂളാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇവിടെ നിന്ന് ഇതുവഴി യൂറിൻ വന്ന് അത് ഓരോ ട്യൂബ്യൂൾസിലേക്ക് ഇറങ്ങുന്നു. അതായത് ലൂപ്പ് ഓഫ് ഹെൻലി വഴി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലേക്ക് കടന്ന് ദെൻ കളക്റ്റിംഗ് ട്യൂബ്യൂളിലേക്ക് കടക്കുന്നു. ഈ ഗ്ലോമറുലസിൽ ഫിൽട്ടർ ചെയ്ത യൂറിൻ സെക്രീറ്റ് ചെയ്ത് വന്ന് കളക്റ്റിംഗ് ട്യൂബ്യൂൾസിലേക്ക് വന്ന് ചേരുന്നു. ഈ കളക്റ്റിംഗ് ട്യൂബ്യൂളിൽ നിന്നത് നേരെ യൂറീറ്റേഴ്സ് കൺവേ ചെയ്ത് ബ്ലാഡറിൽ എത്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, നോർമൽ യൂറിൻ. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, നോർമൽ യൂറിൻ ഈസ് ക്ലിയർ ആൻഡ് സ്ട്രോ കളേർഡ്. നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഡിസീസൊന്നും ഇല്ലാത്ത കണ്ടീഷനിലാണ് ബോഡി എങ്കിൽ അവരുടെ യൂറിന് ക്ലിയർ ആയിരിക്കും. നോർമലായിട്ട് ക്ലിയർ ആയിട്ടാണ് ഉണ്ടാവുക. ഒരു കളർലെസ് ഫ്ലൂയിഡ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളർ. സ്ട്രോ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും യൂറിൻ ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ദ ലൈറ്റ് യെല്ലോ കളർ ഓഫ് യൂറിൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെൻറ്റ് ഓഫ് യൂറോക്രോം. ഈ ലൈറ്റ് യെല്ലോ കളറിലുള്ള യൂറിൻ എന്തുകൊണ്ടാണ് അതിന് ലൈറ്റ് യെല്ലോ കളർ വരുന്നതെന്ന് വെച്ചാൽ അതിനകത്തുള്ള യൂറിനുള്ള ഒരു പിഗ്മെൻറ്റ് കൊണ്ടാണ്. ഈ കളർ പിഗ്മെൻ്റാണ് യൂറിന് ആ ലൈറ്റ് യെല്ലോ കളർ കൊടുക്കുന്നത്. ഈ കളറിൻ്റെ പേരാണ്, അല്ലെങ്കിൽ കളർ പിഗ്മെൻറ്റിൻ്റെ പേരാണ് യൂറോക്രോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഫ്രഷ്ലി യൂറിൻ ഹാസ് എ മൈൽഡ് ആരോമാറ്റിക് ഓർഡർ. ഫ്രഷ് യൂറിന് മൈൽഡ് ആരോമാറ്റിക് ഓർഡർ ആയിരിക്കും. അതായത് അതിൻ്റെ സ്മെല്ല് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആസിഡിൻ്റെ സ്മെല്ലല്ല ഉണ്ടാവുക, അത് അരോമാറ്റിക് കൺസിസ്റ്റൻസിയിലേക്ക് ചേഞ്ച് ചെയ്തൊരു ഓർഡർ എന്ന് വെച്ചാൽ ആ സ്മെല്ലാണ് ഉണ്ടാവുക. നെക്സ്റ്റ് പോയിൻ്റ്, ദ അമോണിയാക്കൽ ഓർഡർ ഓഫ് യൂറിൻ ഈസ് ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് യൂറിയ ടു അമോണിയ ബൈ ബാക്ടീരിയ ഓൺ കീപ്പിംഗ് ലോങ് ടൈം. അതായത് എങ്ങനെയാണ് അമോണിയാക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലാണ്. നമ്മുടെ യൂറിനിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്, വാട്ടർ, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് യൂറിക് ആസിഡ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ യൂറിയ കൺവേർട്ട് ചെയ്തിട്ടാണ്, യൂറിയ എന്നുള്ള കണ്ടൻറ്റ് യൂറിനിലെ യൂറിയ കൺവേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. ഈ അമോണിയ ഉണ്ടാവുന്നത് മൂലം, അല്ലെങ്കിൽ അമോണിയേൻ്റെ സ്മെല്ലിനെയാണ് അമോണിയാക്കൽ ഓർഡർ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അമോണിയേൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. കേടുവന്ന എഗ്ഗിൻ്റെ
ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അതുപോലെ അമോണിയാക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ വെരി ബാഡ് സ്മെല്ലാണ് ഉണ്ടാവുക. ഓൺ കീപ്പിംഗ് ലോങ് ടൈം, നമ്മൾ ഒരുപാട് സമയം കുറച്ച് നേരം അതിനെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അത് യൂറിയ കൺവേർട്ട് ചെയ്ത് അമോണിയ ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ അമോണിയാക്കൽ ഓർഡർ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവിടെ ബാക്ടീരിയേൻ്റെ ആക്ഷൻ നടക്കുന്നത് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി നേരത്തെയൊക്കെ യൂറിൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ ആകെ ബാഡ് സ്മെൽ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അമോണിയാക്കൽ ഓർഡറാണ് ഉണ്ടാവുക. നെക്സ്റ്റ് പോയിൻറ്റ്, an increase in urine volume is called polyuria and decrease is called oliguria. യൂറിൻ്റെ ഔട്ട്പുട്ട്, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ വോളിയം കൂടുതൽ, ഇപ്പോൾ മഴക്കാലങ്ങളിലൊക്കെ കൂടുതലായിരിക്കുമല്ലേ, എപ്പോഴെപ്പോഴും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഹോട്ട് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂറിൻ്റെ ഔട്ട്പുട്ട് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ചൂട് സമയത്താണെങ്കിൽ എത്ര വെള്ളം കുടിച്ചാലും യൂറിൻ്റെ ഔട്ട്പുട്ട് കുറവായിരിക്കും. ഇങ്ങനെ യൂറിൻ്റെ വോളിയം കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോളിയൂറിയ. അതുപോലെ കുറയുന്ന അവസ്ഥയ്ക്ക് യൂറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ വോളിയം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഒളിഗൂറിയ. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, ടോട്ടൽ സപ്രഷൻ ഓഫ് യൂറിൻ ഈസ് കോൾഡ് അനൂറിയ. നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് സപ്രസ് ചെയ്ത് നിർത്തുക, തീരെ ഇല്ലാത്ത അവസ്ഥ, സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, ഇതിനെ പറയുന്ന പേരാണ് അനൂറിയ. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, നോർമൽ യൂറിൻ pH ഈസ് 6, സ്ലൈറ്റ്ലി അസിഡിക്. നമ്മുടെ pH സ്കെയിൽ എന്ന് പറഞ്ഞൊരു സ്കെയിലുണ്ട്. ഇത് ആസിഡാണോ ബേസാണോ എന്ന് നോക്കാനുള്ളൊരു മാനദണ്ഡമാണ്. അതിനകത്ത് നമ്മൾ ഈ യൂറിൻ്റെ pH നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ആളാണ്, ഒരു ഡിസീസ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ഉണ്ടായിരിക്കും. നോർമലായിട്ട് ഒരു അസുഖവും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂറിൻ്റെ pH എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഈ 6 എന്ന് പറഞ്ഞാൽ അത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ഓക്കെ, ആസിഡ് സ്വഭാവമാണ് അത് കാണിക്കുക. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, നോർമൽ യൂറിൻ ഔട്ട്പുട്ട് ഈസ് 1 to 2 ലിറ്റർ പെർ ഡേ. ഒരാളുടെ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഒരു ദിവസത്തിലെ ഒരാളുടെ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 മുതൽ 2 ലിറ്റർ വരെയാണ്. ഇത്രയാണ് ഒരാളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത്ര പോയിട്ടുണ്ടെങ്കിൽ, ഇത്ര ഒരു 1 to 2 ലിറ്റർ വരെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസീസൊന്നുമില്ല, അത്യാവശ്യം നോർമൽ കണ്ടീഷനിലാണ് പേഴ്സൺ എന്ന് പറയാം. ഈ pH നോക്കുന്നത് pH പേപ്പർ വെച്ചിട്ടാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെമ്പരത്തിപ്പൂ പേപ്പറിൽ വരച്ചിട്ട് ഒരു ബ്ലൂ കളറിലുള്ള പേപ്പർ ഉണ്ടാക്കില്ലേ, എന്നിട്ടിത് ഈ എന്തെങ്കിലും ആസിഡിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുളിവെള്ളത്തിലോ എന്തെങ്കിലും അസിഡിറ്റി സ്വഭാവമുള്ള ഇതിൽ മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, ഈ ബ്ലൂ കളറ് റെഡ് കളറായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ഒരു pH പേപ്പർ ഉണ്ട്. ഈ pH പേപ്പർ വെച്ചിട്ട് നമുക്ക് യൂറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ യൂറിൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, നോർമൽ കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് യൂറിനുള്ള നോർമലായിട്ടുള്ള കൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ബോഡിയിൽ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ബോഡിയെങ്കിൽ അത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റായി ബോഡിയിൽ നിന്ന് പോരും. അത് നോർമലാണ്. അങ്ങനെ നോർമലായിട്ടുള്ള കൺസ്റ്റിറ്റ്യുവൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, about 96% യൂറിൻ ഈസ് വാട്ടർ ആൻഡ് റിമൈനിങ് 4% ആർ സോലബിൾ വേസ്റ്റ് പ്രൊഡക്റ്റ്. 100% യൂറിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 96% വെള്ളം ആയിരിക്കും, വാട്ടർ കണ്ടൻറ്റ് മാത്രമായിരിക്കും. നെക്സ്റ്റ്, ഓൺലി 4% മാത്രം അതിൽ സൊല്യൂബിൾ ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ യൂറിനിൽ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള അലിയിക്കാൻ പറ്റുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും. നെക്സ്റ്റ് പോയിൻറ്റ്, നോർമൽ കൺസ്റ്റിറ്റ്യുവൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. നമുക്ക് ഈ നോർമൽ കൺസ്റ്റിറ്റ്യുവൻസിനെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓർഗാനിക്, ഇനോർഗാനിക് എന്ന് പറഞ്ഞ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അല്ല, ഓർഗാനിക്കിൽ പെടുന്നതാണ് യൂറിയ,
ക്രിയാറ്റിനിൻ, അമോണിയ ആൻഡ് യൂറിക് ആസിഡ്. ഇത്രയും ഘടകങ്ങളാണ് ഓർഗാനിക് കൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് പറയുന്നത്. ദേ ആർ ഓൾസോ നോൺ ആസ് നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസ്. അതുമാത്രമല്ല ഈ ഓർഗാനിക് കോമ്പൗണ്ടിന് വേറൊരു പേര് കൂടെ ഉണ്ട്, നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസ്. Then next classification, the inorganic constituents include phosphate, chloride, sulfate, calcium and etc. ഈ ഫോസ്ഫേറ്റും ക്ലോറൈഡും സൾഫേറ്റും കാൽസ്യം അടങ്ങിയ ഈ കോമ്പൗണ്ട്സ് ആണ് ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ടോപ്പിക്, അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് യൂറിൻ. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ പഠിച്ചു. ഇനി എന്തൊക്കെയാണ് അബ്നോർമൽ ആയിട്ടുള്ളത് നോക്കാം. അതായത് നോർമലായിട്ട് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവാൻ പാടില്ലാത്ത കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് നോക്കാം. ദ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആർ ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ബൈൽ സോൾട്ട്, ബൈൽ പിഗ്മെൻറ്റ്സ്, ബ്ലഡ് എക്സെട്ര. ഗ്ലൂക്കോസ്, യൂറിനിൽ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അവിടെ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിറ്റിൽ എമൗണ്ട് ആണെങ്കിൽ പോലും പ്രശ്നമാണ്. അതായത് ഷുഗർ പേഷ്യൻസിനാണ് ഇങ്ങനെ സംഭവിക്കുക. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് അത് യൂറിനിൽ കാണാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. നെക്സ്റ്റ് പ്രോട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവർ കംപ്ലൈൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ബൈൽ സാൾട്ട്, ബൈൽ പിഗ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. ബ്ലഡ് യൂറിനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. ഇത് ഈവൻ ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ യൂറിൻ സ്റ്റോൺസ്, ഇത്തരത്തിൽ കല്ലുള്ള കേസിൽ അങ്ങനെയൊക്കെയാണ് ഈ ബ്ലഡ് യൂറിനിൽ കാണാം. ഓക്കെ, താങ്ക് യു.